2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ആവേശം നിറഞ്ഞൊരു മത്സരം നടന്ന മണ്ഡലമാണ് പാലക്കാട്. വോട്ടെണ്ണലിൻ്റെ അവസാന നിമിഷം വരെ ആവേശം നിലനിന്നൊരു സന്ദർഭമായിരുന്നു. ഏറ്റവും അവസാനമാണ് മെട്രോമാൻ ഇ ശ്രീധരനെ പരാജയപ്പെടുത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിൽ വിജയിച്ചു കയറുന്നത്. അതുവരെ BJP സ്ഥാനാർത്ഥിയായ ഇ ശ്രീധരന് വലിയ സാധ്യത ഉണ്ടായിരുന്നു. ശ്രീധരന്റെ ജയം ഉറപ്പിക്കുന്ന ഒരു സാധ്യത പോലും പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. ഏറ്റവും അവസാന റൗണ്ടിലെ വോട്ടെണ്ണലിലാണ് ശ്രീധരനെ പിന്നിലാക്കിക്കൊണ്ട് ഷാഫി മുന്നിലോട്ട് വരുന്നത്. അതിനുശേഷം പാലക്കാട് മണ്ഡലത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി നമ്മൾ പറയുന്നത് BJP അവർ കൂടുതൽ അടിത്തറ വിപുലീകരിക്കുന്ന ഒരു സാധ്യത ഉണ്ടായി. അതിനുശേഷം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംഭവിക്കുന്നുണ്ട്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടിലെ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുകയും അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് മത്സരിച്ച് നിയമസഭയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പാലക്കാട് ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാവുന്നു, ബലാത്സംഗ കേസുകൾ ഉണ്ടാവുന്നു, രാഹുലിന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താവുന്നു. പക്ഷെ MLA ആയിട്ട് തന്നെ അദ്ദേഹം തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പാലക്കാട് ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. ഇത്തവണ ശക്തമായൊരു മത്സരം നടക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ച് BJP ഏറ്റവും ശക്തമായി പ്രതീക്ഷ അർപ്പിക്കുകയും അവർക്ക് ഏറ്റവും കൂടുതൽ മത്സരം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അവരുടെ ഏറ്റവും കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് ഈ തവണ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എത്തുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനത്തോട് വരുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ രമേശ് പിഷാരടിയാണ്. LDFന്റെ വരുമ്പോഴത്തേക്കും NM റസാഖ്. അപ്പൊ ഈ 3 സ്ഥാനാർത്ഥികളുമാണ് ഈ തവണ പാലക്കാട് കച്ചകെട്ടാൻ ഇറങ്ങുന്നത്. ഇതിനകത്ത് നമുക്ക് പറയാവുന്നൊരു തലപ്പൊക്കമുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. പിഷാരടിയുടെ കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ LDF സ്വതന്ത്രന്റെ കാര്യം പറയുമ്പോഴും നമുക്ക് ശോഭാ സുരേന്ദ്രനെ വില കുറച്ച് കാണാൻ പറ്റില്ല. കാരണം വെച്ചാൽ മത്സരിച്ചു കൊടുത്ത് എല്ലായിടത്തും തന്നെ വോട്ട് നില വർദ്ധിപ്പിക്കാൻ ശോഭയ്ക്കായി സാധിച്ചിട്ടുണ്ട്. ഇത്തവണ പാലക്കാടിന്റെ ഒരു പൊതു സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം. അപ്പൊ ഈ സാഹചര്യത്തിൽ എത്രത്തോളം സാധ്യതയാണ് പാലക്കാട് നമുക്ക് സ്ഥാനാർത്ഥിക്ക് പറയാൻ പറ്റുക, പ്രത്യേകിച്ച് ശോഭയുടെ കാര്യത്തിൽ? തീർച്ചയായും ഇപ്പം ജിബി പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞു ഈ ശ്രീധരൻ അവസാന നിമിഷം വരെ ലീഡ് ചെയ്തൊരു മണ്ഡലമായിരുന്നു 2021. അത് നഗരസഭ പുറത്തേക്കുള്ള വോട്ട് എണ്ണിയപ്പോഴാണ് ഷാഫി 3855 വോട്ടിന്റെ വിജയം നേടുന്നത്. ഇല്ലെങ്കിൽ അത് നിയമത്തൊരു അക്കൗണ്ട് പൂട്ടിയപ്പോൾ പാലക്കാട് BJP അക്കൗണ്ട് തുറന്നേനെ. അത്രയും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിരുന്നത്. അവിടേക്കാണ് ശോഭാ സുരേന്ദ്രൻ വരുന്നത്. അന്ന് പറയുമ്പോൾ ഷാഫി ആയിരുന്നു പാലക്കാട് എന്നാൽ ഷാഫി എന്നാൽ പാലക്കാട് എന്നൊരു മുദ്രാവാക്യം ഇടക്കാലത്തോടെ ഉയർന്നിരുന്നു. ഷാഫി അങ്ങനെയായിരുന്നു അവിടെ വിജയിച്ചുകൊണ്ട് വന്നിരുന്നത്. ഈ പറഞ്ഞ ത്രികോണ മത്സരം, ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ അവിടേക്ക് ഷാഫി വടകരയിലേക്ക് MP ആവാൻ പോയപ്പോൾ കൊണ്ടുവന്ന് തൻ്റെ ഒരു പിൻഗാമിയായി കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മാങ്കൂട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. ആ മണ്ഡലത്തിൽ ആ കോൺഗ്രസിന് എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുമോ അതിൻ്റെ അങ്ങേ തലക്കൽ എത്തിച്ചിട്ടാണ് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ട് കോൺഗ്രസിൻ്റെ അല്ല MLA ആയി തുടരുന്നത്. അതിൽ കൂടുതലൊന്നും വിശദീകരിക്കാനില്ല. ആ മണ്ഡലത്തിൽ അത്രത്തോളം ചർച്ച ചെയ്യുന്നത്. എങ്കിലും കോൺഗ്രസ് അണികൾക്കിടയിൽ അദ്ദേഹത്തിന് ഇപ്പോഴും സപ്പോർട്ട് ഉണ്ട്. പക്ഷെ അത് പറയുമ്പോഴും കോൺഗ്രസിലെ വോട്ടർമാർക്കിടയിൽ, വീട്ടമ്മമാർക്കിടയിൽ, സ്ത്രീകൾക്കിടയിൽ ഇത് ചർച്ചയാകുന്ന ഒരു സംശയമില്ല. ആ ഒരു മണ്ഡലത്തിലേക്കാണ് ശോഭാ സുരേന്ദ്രൻ ഒരു വനിതാ നേതാവ് വീണ്ടും വരുന്നത്. നമുക്കറിയാം 2016 പാലക്കാട് BJP രണ്ടാമതെത്തിയത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴായിരുന്നു ആദ്യം രണ്ടാമതെത്തുന്നത്. അതിനുശേഷം 2003 ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ BJP രണ്ടാം സ്ഥാനത്താണ്. അതുവരെ മൂന്നാമതായിരുന്ന BJP രണ്ടാമത് എത്തിക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രനാണ് 2016 കഴിഞ്ഞത് പാലക്കാട് വോട്ട് വീതം ഉയർത്തിയിട്ട് NN കൃഷ്ണദാസാണ് 3ാം സ്ഥാനത്തേക്ക് പോയത്. അവിടെ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ വർഷം മെട്രോമാനും 2ാം സ്ഥാനം നിലനിർത്തി വലിയൊരു വോട്ട് വിഹിതം ഉയർത്താൻ വേണ്ടി 2016 40,000-അധികം വോട്ടുകൾ ശോഭ നേടുന്നുണ്ട്. അതെ, അതാ പറഞ്ഞാൽ വോട്ട് വിഹിതം ഉയർത്തിയിട്ടാണ് 2ാം സ്ഥാനത്തേക്ക് വരുന്നത്. ശ്രീധരന് വീണ്ടും വോട്ട് കൂടുന്നുണ്ട്. സാഹചര്യം പറഞ്ഞിട്ട് ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം. പാലക്കാട് നഗരസഭ വീണ്ടും BJP നിർത്തിയിട്ടുണ്ട്. അവിടെ വോട്ട് വീതം ഒരു അടിത്തറ വിപുലീകരിച്ചിട്ടുണ്ട് തന്നെ. ഇപ്പം ജിബി പറഞ്ഞതിന് വിപുലീകരിച്ചിട്ടുണ്ട്, പ്രതീക്ഷയുണ്ട്. മറുവശത്ത് കോൺഗ്രസിന് രമേശ് പിഷാരടി എന്നൊരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത്. അദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും വലിയ നേരിടുന്ന വെല്ലുവിളി നിലവിലെ MLA, പാർട്ടിക്ക് പുറത്തുള്ള നിലവിലെ MLA അദ്ദേഹം ഉണ്ടാക്കിയൊരു ഡാമേജ്. അതവിടെ വലിയ ചർച്ചയാണ്. അത് എന്തായാലും ഇടതുപക്ഷവും NDAയും ചർച്ചയാക്കും. ഇടതുപക്ഷത്തിന് NM റസാഖ് ഒരു വ്യവസായി, നിഷ്പക്ഷ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും കേന്ദ്രീകരിച്ചായിരിക്കും അദ്ദേഹം ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഈ പറഞ്ഞ പോലെ ആ വോട്ടുകൾ അങ്ങനെ പിടിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ തന്നെ അങ്ങോട്ട് മാറി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ LDFിൻ്റെ വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ പിന്നെ നടക്കുന്ന കോമ്പറ്റീഷൻ വരുന്നത് UDF NDA തമ്മിൽ തന്നെയാണ്. NDAക്ക് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ നിഷ്പക്ഷ വോട്ടുകൾ, ഷാവി കിട്ടിക്കൊടുക്കുന്ന വോട്ടുകളൊന്നും ഇനിയിപ്പം ഷാവി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ എത്രത്തോളം ഇതാക്കാൻ വേണ്ടി, കാരണം നിലവിലെ MLA കൂട്ടിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ നിലവിലെ MLAയുടെ ഒരു കാര്യങ്ങൾ എടുത്തു പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പിഷാരടി ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് മാങ്കൂട്ടത്തിലോ ഷാഫിയും ചെയ്തത് നല്ല കാര്യങ്ങൾ തുടരുന്നു. അതിനൊക്കെ വാർത്തകൾക്ക് വരുന്ന കമൻറ്റുകൾ കണ്ടാൽ നമുക്കറിയാം എന്താണ് ഈ നല്ല കാര്യങ്ങൾ.
രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. പക്ഷെ എൻ്റെ അടുത്ത് പിഷാരടി പറഞ്ഞ വേറൊരു കാര്യം കൂടെയുണ്ട്. അതായത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് എൻ്റെ പ്രധാന എതിരാളി എന്ന് പറയുന്നത് BJP എന്ന് പറയുന്നുണ്ട്, LDF അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ലിജിൻ പറഞ്ഞ പോലെ ഷാഫിയുടെ കാര്യം പറഞ്ഞു, രാഹുലിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ നമ്മൾ പിഷാരടിയുടെ കാര്യം പറയുമ്പോൾ വേറെ കാര്യമുണ്ട്. പിഷാരടിനെ അല്ലാതെ വേറെ സ്ഥാനാർത്ഥി കോൺഗ്രസിന് അവിടെ പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം പിഷാരടിനെ കൂടുതൽ ആൾക്കാർക്ക് അറിയാം. പിന്നെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ഇതുവരെയായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അതായത് പാർട്ടിയെ കാരണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആയിട്ട് സജീവമായിട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തകൻ അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെടുത്തി ചർച്ച ഉണ്ടാകാൻ സാധ്യത. ഒരു കോൺഗ്രസ്സുകാരനാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു 90% ചോദ്യവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവും. ഇത് രാഷ്ട്രീയത്തിന് പുറത്തുള്ള ഒരു വ്യക്തി വരുമ്പം കോൺഗ്രസ്സുകാരൻ തന്നെയാണ് രമേശ് പിഷാരടി എങ്കിൽ കൂടി ഒരു സെലിബ്രിറ്റി ഇമേജുള്ള വരുമ്പം അയാളെ കാണാനുള്ള കൗതുകം അല്ലെങ്കിൽ അയാളുടെ ഒരു ആരാധന മുതലുള്ളത് ആ ലെവലിലേക്കൊക്കെ മാറും. ആ ലെവലിലേക്ക് ഈ ചോദ്യങ്ങളുടെ ഇത് കാഠിന്യം കുറയും. അത് തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇല്ലായിട്ടല്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ക്രൈസിസ് മാനേജറായിട്ട് കോൺഗ്രസ് കാലത്തും കാണുന്ന കെ മുരളീധരന്റെ പേര് അവിടെ പറഞ്ഞിരുന്നു. VT ബലറാമിന്റെ പേരും കൊണ്ട് ഇടക്കാലത്ത് പറഞ്ഞിരുന്നു. ജില്ലയിൽ നിന്നൊരു സ്ഥാനാർത്ഥിയാണല്ലോ വരട്ടെ. പക്ഷെ അവർ ഇതിൽ നിൽക്കില്ല. ഒരു രാഷ്ട്രീയ ആത്മഹത്യർക്ക് നിൽക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം ഈ പറഞ്ഞ VT ബലറാമിന് തൃത്താലയാണ് കുറച്ചും കൂടി നല്ലത്. ഇതിനേക്കാൾ തൃത്താല ഇപ്പോൾ MP രാജേഷ് മണ്ഡലം കൂടിയാണെങ്കിൽ കൂടി പാലക്കാട് പോയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെന്നാണ് അദ്ദേഹം ചെയ്ത ചെയ്തികൾക്കൊക്കെ മറുപടി വരേണ്ട ആവശ്യം നടക്കില്ല. മുരളീധരൻ എന്ന് പറയാം, മുരളീധരൻ മട്ടിയൂർക്കാവിലാണ് മത്സരിക്കുന്നെങ്കിൽ കൂടി അവിടെ ഇപ്പോൾ സാധ്യതകൾ കുറവാണ് VK പ്രസാദിന്റെ സ്ഥലത്ത് എന്ന് പറയാൻ വേണ്ടി പറ്റും. എങ്കിൽ കൂടി പാലക്കാട് പോയിട്ട് ഇങ്ങനെ ഇത്തരം ഒരു കേസിന് മറുപടി പറഞ്ഞുകൊണ്ട് തോൽക്കേണ്ട ആവശ്യം ഇവർക്ക് ആർക്കുമില്ല. ഇവരാരും തയ്യാറാവില്ല. നേരത്തെ നമുക്കറിയാം തൃപ്പൂണിത്തുറയിൽ K ബാബു മാറുന്നു പറഞ്ഞ സമയത്ത് കഴിഞ്ഞ തവണ ബാബു മത്സരിക്കുമ്പോൾ ഉറപ്പില്ലാത്ത സമയത്ത് കൂടി രമേശ് പിഷാരടിയുടെ പേരാണ് തൃപ്പൂണിത്തുറ കേട്ടത്. ഇപ്രാവശ്യം ആദ്യം തന്നെ തൃപ്പൂണിത്തുറയിലേക്ക് മത്സരിക്കാനില്ലാന്ന് K ബാബു ആരോഗ്യപരമായ കാര്യങ്ങളുണ്ട് മാറി നിൽക്കുമ്പോൾ പിഷാരടിയുടെ പേരാണ് ഇവിടെയും വന്നത്. പക്ഷെ അത് മാറ്റിയിട്ട് പിഷാരടിയുടെ നാട് തന്നെ പാലക്കാട് നാടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നാട് അത് അവിടെ തന്നെയാണ്. അതും പറഞ്ഞാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കോൺഗ്രസിന് ഒരു മുഖം വേണമായിരുന്നു. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരു സ്റ്റാർ വാല്യൂലൊരു മുഖം വേണമായിരുന്നു. ആ മുഖം കൊണ്ടുപോയി. ഈ ഷാഫിയുടെ പിൻഗാമിയാകാൻ എന്തുവന്നാലും രാഹുലിന് ഈ പിഷാരടിക്ക് പറ്റില്ല. ഷാഫിയുടെ പിൻഗാമിയായിട്ട് ഷാഫി തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുവന്ന ഒരാൾ അതിനൊക്കെ കളഞ്ഞു വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പിഷാരടി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു പേര് തന്നെയാണ്, ഇമേജ് തന്നെയാണ്. അത് മറികടക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഷാഫിക്ക് ലഭിച്ച വോട്ടുകൾ, ഷാഫിക്ക് ന്യൂനപക്ഷ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് പാലക്കാട് മണ്ഡലത്തിലെ. പിന്നെ അദ്ദേഹത്തിന് ഒരു പ്രിയത ഉണ്ട്. അതില്ലാതെ പറയാൻ വേണ്ടി പറ്റില്ല. മണ്ഡലത്തിലുണ്ടായിരുന്നു. അത് രണ്ടും പിഷാരടി കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഈ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ NMR ഒരു വ്യവസായിയാണ്, ഹോട്ടൽ വ്യവസായിയാണ്. അദ്ദേഹത്തിന് പൊതുവായിട്ടുള്ള കുറച്ച് പിന്നെ ഒരു മുഖമുണ്ട്. ഒരു എന്താണ് നമുക്ക് പറയുന്നത്, ഒരു ന്യൂനപക്ഷ വോട്ടുകളും സ്വതന്ത്ര മുഖവും വരുമ്പോൾ കുറച്ച് നിഷ്പക്ഷ വോട്ടുകൾ അദ്ദേഹത്തിന് പിടിക്കാൻ വേണ്ടി വരും. ആ വോട്ടുകൾ അങ്ങോട്ട് പോകും. പക്ഷെ പാർട്ടി വോട്ടുകൾക്ക് പുറമെ കോൺഗ്രസിന്റെ ഈ വോട്ടുകളും സ്ത്രീകളുടെ വോട്ടുകളും കുറച്ചുകൂടി പിടിക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രന് പറ്റുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അക്കാര്യത്തിൽ വലിയ സംശയം വേണ്ട. നിഷ്പക്ഷ വോട്ടുകളും സ്ത്രീകളുടെ വോട്ടുകളും സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രനെ കിട്ടും. കാരണം 2021 രാഹുൽ മാങ്കൂട്ടത്തിന് 58,000 സംതിങ് വോട്ടിനാണ് നേടുന്നുണ്ട്. അന്ന് PSNനായിരുന്നു. അത് 37,000 സംതിങ് വോട്ടുകളാണ് കിട്ടുന്നത്. അതിലോട്ട് അതിന് ശേഷമാണ് നമ്മളിപ്പോൾ വരുന്ന ഇതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 വരുന്നത്. 2026 വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ വരുന്നു എന്നുള്ളൊരു വലിയൊരു ഘടകമുണ്ട്. ശോഭയുടെ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊക്കെ തന്നെ അറിയാം. എവിടെ പോയാലും വോട്ട് വീതം വല്ലാണ്ട് ഉയർത്തുന്ന നേതാവാണ്. ഈ പാലക്കാട് 2024 ഇപ്പൊ പറഞ്ഞ പോലെ നഗരസഭയുടെ BJP നഗരസഭ പിടിച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ വിവിധ പഞ്ചായത്തുകളിലടക്കം ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറക്കുകയും അല്ലെങ്കിൽ അവരുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അതുപോലെ അവരുടെ വോട്ട് നില വർദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് എവിടെ പോയി മത്സരിച്ചാലും വോട്ട് വീതം വർദ്ധിപ്പിക്കുന്ന കൂട്ടാൻ സാധ്യതയുള്ള സംസ്ഥാന BJP ഏറ്റവും അത്രയ്ക്കൊരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള സ്ഥാനാർത്ഥി BJPക്ക് ഇല്ല. അവരാണ് വരുന്നത് പാലക്കാടേക്ക്. അവിടെ അവർക്ക് മുമ്പിൽ 2 സ്ഥാനാർത്ഥി റസാഖ് ഉണ്ട്, പിന്നെ പിഷാരടിയാണ്. ഇവർ രണ്ടുപേരും ശോഭയ്ക്ക് പറ്റിയ എതിരാളിയെ അല്ലെന്നാണ് എന്റെ ഒരു നിഗമനം. എനിക്ക് എന്റെ ഈസി വാക്കോർ പോലെ ശോഭയ്ക്ക് ജയിച്ചു. ഈസി വാക്കോർ എന്ന് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ഉണ്ടല്ലോ, ഇപ്പം BJP ജയിപ്പിക്കാനായിരുന്നെങ്കിൽ BJPയുടെ പ്രശ്നം നമുക്കറിയാം. BJP മഞ്ചേശ്വരത്ത് ഉൾപ്പെടെ പല സ്ഥലത്തും അക്കൗണ്ട് തുറക്കാൻ വേണ്ടി അവരെ ക്ലാസ് മണ്ഡലങ്ങളിൽ പലതും അവർക്ക് സാധ്യതയുള്ളായിരുന്നു. അവിടെയൊക്കെ BJPക്ക് ഉള്ളിലെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ അക്കൗണ്ട് തുറക്കലും അല്ലെങ്കിൽ പിന്നെ അക്കൗണ്ട് എണ്ണം കൂടുതലൊക്കെ നീട്ടി കൊണ്ടുപോയത്. ശോഭാ സുരേന്ദ്രൻ ഈ പാലക്കാടിന് കൊടുക്കാനായിരുന്നെങ്കിൽ നേരത്തെ തന്നെ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പാലക്കാടല്ല ഏതൊരു മണ്ഡലമായിക്കോട്ടെ, ശോഭാ സുരേന്ദ്രൻ കൊടുത്തിരുന്നെങ്കിൽ തുടർച്ചയായി കൊടുത്തിരുന്നെങ്കിൽ അവർ അവിടെ ജയിച്ച് കയറുന്നൊരു നേതാവായിട്ട് ഒരു മണ്ഡലത്തിൽ ആ മണ്ഡലം വോട്ടർമാരുടെ ഒരു നിഷ്പക്ഷ വോട്ടുകൾ ഉൾപ്പെടെ പിടിക്കാനുള്ള ഒരു പൾസറിഞ്ഞ് പ്രവർത്തിക്കുന്ന നേതാവാണ്. നമുക്ക് BJPയുടെ നേതാക്കൾ പറയുമ്പോൾ മറ്റെല്ലാ നേതാക്കളെയും പോലെയല്ല ശോഭാ സുരേന്ദ്രൻ. ശോഭയ്ക്ക് നിഷ്പക്ഷ വോട്ടുകൾ പിടിക്കാൻ വേണ്ടി പറ്റാറുണ്ട്. BJPയുടെ ഒരു ഐറ്റം കാണിക്കുന്ന ഒരു സ്വഭാവം കേരളത്തിലുണ്ടല്ലോ BJPയോട്. BJPക്ക് എന്തായാലും വന്നാൽ അത് LDF ക്രോസ് വോട്ടിംഗ് ഒക്കെ കടന്നിട്ട് പോകാറുണ്ട്. പക്ഷെ ശോഭയ്ക്ക് അത് ബാധിക്കാറില്ല. ശോഭയെ ശക്തമായ ഒരു നേതാവ്, അവരുടെ രാഷ്ട്രീയ ശക്തമായി പറയുന്ന നേതാവാണെങ്കിൽ കൂടി കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ ഏത് മണ്ഡലത്തിൽ എത്തിയാലും ശോഭയ്ക്ക് വോട്ട്
പിടിക്കാൻ വേണ്ടി പറ്റാറുണ്ട്. അങ്ങനെ നേതാവാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ജീവൻ പറഞ്ഞ പോലെ രമേശ് പിഷാരടി രാഷ്ട്രീയപരമായിട്ട് ശോഭയ്ക്ക് പറ്റിയ എതിരാളിയല്ല, NM റസാഖും അല്ല. NM റസാഖിന് പിഷാരടിയും രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ രണ്ടുപേരും LDF UDF സ്ഥാനാർത്ഥികളാണെങ്കിൽ കൂടി അവർ ആ മേഖലകളിലല്ല തിളങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ മേഖലകളിൽ പേരെടുത്തവരല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ അവിടെ നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ മാത്രം തന്നെയാണ്. പക്ഷേ അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാണുന്നത് അവിടെ സീറ്റിനായിട്ട് പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തുണ്ടായിരുന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ പ്രചരണം ആരംഭിച്ചു, തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ പ്രചരണം ആരംഭിക്കുമ്പോൾ ചുവരെഴുത്തുന്ന സമയത്താകുമ്പോഴേക്ക് ഈ നേതാക്കൾ എത്തുന്നില്ല, നേതാക്കൾ മാറി നിൽക്കുന്നു, അവർ പിന്നെ ക്ഷേത്രദർശനം നടത്തുമ്പോൾ നേതാക്കൾ മാറി നിൽക്കുന്നു. പിന്നീട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വിളിച്ചിട്ടാണ് ഈ നേതാക്കൾ എത്തിക്കുന്നത്. അവിടുന്ന് പറയുന്നുണ്ട് ഇനിയിപ്പം പിന്നെ പ്രശാന്താണ് സ്ഥാനാർത്ഥി, എൻ്റെ മോനപ്പുരയാണ് 2 ഷാൾട്ട് സ്വീകരിക്കുന്നതൊക്കെ ശോഭ പറയുന്നുണ്ട്. പ്രശാന്തും തിരിച്ചു പറയുന്നുണ്ട് പാർട്ടിയാണ് വലുത്, ഞാൻ ജില്ലാധ്യക്ഷനാണ്, ഞാൻ അതിനാണ് കൊടുക്കുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർ ഉള്ളിലുള്ള ഒരു പിന്നെ എന്താണ് പറയേണ്ടത്, ഒരു അതൃപ്തി ഉണ്ടെങ്കിൽ ആ അതൃപ്തി വോട്ടിങ്ങിൽ പ്രകടമാവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ റിസൾട്ട് മാറി വന്നേക്കാം. അതായത് അവർ ഉള്ളിൽ നിന്ന് പാലം വലിച്ചില്ലെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ തന്നെ കാല് വാരിയില്ലെങ്കിൽ പാലം വലിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഇപ്രാവശ്യം നിയമസഭയിലെത്തുന്ന സാധ്യത വളരെ കൂടുതലാണ്. അതിനുള്ള വ്യക്തമായ കളം നിലവിലെ MLA-യും ഇപ്പോഴത്തെ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അല്ലെ പ്രശാന്ത് ശിവന്റെ എതിർപ്പ് പറയുമ്പോഴും പ്രശാന്ത് ശിവന്റെ യുവ നേതാവാണ് BJP-യുടെ. പാലക്കാട് നല്ലൊരു അല്ല, അയാള് പാലം വലിക്കുന്നില്ല പറയാം. കാരണം ഈ ജയിച്ചു കഴിഞ്ഞാൽ, ഈ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് പോകുന്നത് പ്രശാന്ത് ശിവനാണ്. അദ്ദേഹം ജില്ലാധ്യക്ഷനാണ്, അവിടെ പാലക്കാട് ആദ്യമായി അക്കൗണ്ട് തുറക്കുന്ന നിയമസഭയിലേക്ക്. അതിന് ക്രെഡിറ്റ് കിട്ടും. പ്രശാന്ത് ശിവൻ അങ്ങനെ ഒരു പാർട്ടി കേഡറായിട്ട് നിൽക്കുന്ന നേതാവാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ കൊല്ലപ്പെട്ട RSS നേതാവ് ശ്രീനിവാസന്റെ വീട് സന്ദർശിച്ചായിരുന്നു കഴിഞ്ഞിടയ്ക്ക് ശോഭാ സുരേന്ദ്രൻ. പക്ഷെ ആ പരിപാടിയിലും ആ ചടങ്ങിലും അല്ലെങ്കിൽ അതിനുശേഷം ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. ചുവരെഴുത്ത് കൃഷ്ണകുമാർ വിളിച്ചു വരുത്തുകയാണ്. ആ തൊട്ടടുത്താണ് ഈ ക്ഷേത്രദർശനം എന്ന് പറഞ്ഞാൽ പ്രശാന്ത് ശിവന്റെ വീട് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലാണ് ഈ പ്രചരണം ആരംഭിക്കാൻ വേണ്ടി എത്തുന്നത്. അവിടെ പങ്കെടുക്കുന്നില്ല. പക്ഷെ സുരേഷ് ഗോപി എന്ന് തോന്നുന്നു അവിടെ ഈ ചുവരെഴുത്ത് പ്രചാരണം തുടക്കം കുറിക്കുന്നത് പാലക്കാട്. സുരേഷ് ഗോപി നേരിട്ട് വന്നിട്ടാണ്. അന്ന് ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ചടങ്ങിലേക്ക് പ്രശാന്ത് ശിവൻ വന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രശാന്ത് ശിവന്റെ അവിടുത്തെ ഒരു ഇത് കൂടെ ഉണ്ട്, ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം ഈ ആർഷമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രശാന്ത് ശിവനെ നമ്മുടെ പാലക്കാട് മാത്രമല്ല സംസ്ഥാനത്ത് മുഴുവൻ അറിയപ്പെടുന്ന നേതാവായിട്ട് ഒറ്റ സംഭവത്തിലൂടെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്ത് ശിവന് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എല്ലാവരും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ലൊരു സംഘടനാ നേതാവായിട്ടൊന്ന് അത് പേരെടുത്തു കഴിഞ്ഞു. ആ ഒരു സാഹചര്യം പാലക്കാട് ഇപ്പുണ്ട്. അങ്ങോട്ടാണ് ശോഭ വരുന്നത്. അപ്പൊ ശോഭ ഈ സാഹചര്യം നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. കാരണം പ്രശാന്ത് ശിവനെ ഒപ്പം നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മകനെ പോലെയാണ് എന്നാണ് പറഞ്ഞ്, അല്ലെങ്കിൽ പ്രശാന്ത് ഒരിക്കലും തള്ളിപ്പറയാതെയാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ട ഒരു സ്ഥാനാർത്ഥി. കാരണം ശോഭാ സുരേന്ദ്രന് വ്യക്തമായിട്ട് അറിയാം ഇതാണ് തനിക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു സാഹചര്യം എന്നറിയാം. ഏറ്റവും നല്ല സാഹചര്യം അറിയാം. പ്രശാന്ത് ശിവനെ പ്രശാന്ത് ശിവനും കണക്കൂട്ടിയതാണ്. രാഷ്ട്രീയ സാഹചര്യം BJP-ക്ക് അനുകൂലമാണ്. പാലക്കാടിൽ ഇപ്പം ഈ നമുക്കറിയാം മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പണിയെടുത്ത് വെച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്. അതുകൊണ്ടാണ് അവർ സീറ്റിന് വേണ്ടി ഏത് നേതാക്കളായാലും ശ്രമിച്ചത്. അവിടേക്ക് പക്ഷേ പ്രശാന്ത് ശിവനേക്കാളും ഏറ്റവും മികച്ചൊരു ഓപ്ഷൻ BJP-ക്ക് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. ശോഭയ്ക്ക് ഇപ്പം ഏതൊരു മണ്ഡലം, ഒരു അർദ്ധാവസരമുള്ള മണ്ഡലം അത് വിജയിക്കത്തിൽ എത്തിക്കാൻ വേണ്ടി പറ്റുന്ന നേതാവാണ്. അപ്പം ഇങ്ങനെ ഒരു മണ്ഡലം കിട്ടുമ്പോൾ അത് BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മണ്ഡലമായിട്ട് തന്നെ കണക്കാക്കാം. ഇപ്പം 2006 നിയമസഭയിലേക്ക് വരുമ്പം പിന്നെ പാലക്കാട് BJP-ക്ക് ഒന്നിലധികം MLA-മാർ ഉണ്ടെങ്കിൽ, നിലവിൽ സാധ്യത നമുക്കറിയില്ല, ഒന്നിലധികം MLA-മാർ ഉണ്ടെങ്കിൽ അതിലൊന്ന് പാലക്കാട് തന്നെയായിരിക്കും സാഹചര്യം ഉണ്ടാകും. അത് സംശയമൊന്നുമില്ല, ശോഭാ സുരേന്ദ്രൻ തന്നെ ഉണ്ടാവും. പക്ഷെ ശോഭയുടെ കാര്യം നമ്മൾ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ശോഭയ്ക്ക് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ എത്രത്തോളം വോട്ട് കിട്ടും എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് രമേഷ് പിഷാരടി എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ സരിൻ സ്ഥാനാർത്ഥിയായിട്ട് സ്വന്തം LDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നുണ്ട്. ഇത്തവണ റസാഖ് വരുന്നുണ്ട്. അപ്പൊ സരിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ ആണോ റസാഖ് എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. സരിൻ രാഷ്ട്രീയ പിന്നെ ഒരു അറിയപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു, മണ്ഡലം മൊത്തം അറിയപ്പെടുന്നത്. ഇതിപ്പം പാലക്കാട് ഒരു വ്യവസായിയാണ്. പിന്നെ NMR ഇതും റാവുത്തർ ബിരിയാണിയുടെ ഒക്കെ പറഞ്ഞാണ് ഇവർ പ്രചരണത്തിന് തുടങ്ങുന്നത് തന്നെ പറയുന്നത്. ആ പാലക്കാടുകാർക്ക് അറിയാത്തല്ല, റസാഖിന് അറിയാത്തല്ല, റസാഖ് NMR ഹോട്ടൽ അറിയാത്തല്ല, അവിടുത്തെ ബിരിയാണി പ്രശസ്തമാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതൊക്കെ വോട്ടിന് രാഷ്ട്രീയത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിഷ്പക്ഷ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് ഒരു കണ്ണാണ് LDF ഇട്ടിരിക്കുന്നത്. അത് ഒരു പരിധി പിടിക്കാൻ വേണ്ടി പറ്റും. നിഷ്പക്ഷ വോട്ടുകൾ എത്രത്തോളം പിടിക്കാൻ വരുന്ന അറിയില്ല, അത് നമുക്ക് എന്താ അവസ്ഥ അറിയില്ല. പക്ഷേ ഈ കോൺഗ്രസ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്തും മികച്ചൊരു സ്ഥാനാർത്ഥിയായിട്ട് രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെ CPM ശ്രമിക്കണമായിരുന്നു. അതിന് CPM ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നത്. രാഷ്ട്രീയ പോരാട്ടമല്ല, അവിടെ ഒരു മികച്ച രാഷ്ട്രീയ നിർത്തിയിട്ടില്ല. അപ്പോൾ ഒരു ഓപ്ഷൻ, സ്വതന്ത്രം എന്നുള്ള ഓപ്ഷനായിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇനിയിപ്പം ശോഭയും പിഷാരടിയും വോട്ട് പിടിക്കുമ്പോൾ അതിനിടയിൽ കൂടി വോട്ട് പിടിച്ച് ജയിച്ചു കയറാം എന്നൊരു പ്രതീക്ഷ ഉണ്ടോ എന്നറിയില്ല. അത് സാധ്യതകൾ മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ ഈ 3 സ്ഥാനാർത്ഥികൾ നോക്കുമ്പോൾ, രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ അതിൽ തലപ്പൊക്കത്തിൽ നിൽക്കുന്നത് ശോഭ തന്നെയാണ്. ജയസാധ്യത ശോഭക്ക് തന്നെയാണെന്ന് ഒരു വിലയിരുത്തലേക്ക് നമുക്ക് നിലവിലെ സാധ്യത നിർത്തേണ്ടി വരും. ഏതൊക്കെയാലും നമ്മൾ കഴിഞ്ഞ 2021 പോലെയുള്ള ഒരു സസ്പെൻസ് അവസാന റൗണ്ട് വരെ പോകില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഈ പാലക്കാട് ഇത്തവണ ഒരു ശക്തമായ മേധാവിത്വം സ്വാഭാവികമായിട്ട് BJP-ക്ക് ഉണ്ട്. ശോഭാ സുരേന്ദ്രൻ വന്നുകൂടി അത് അനുകൂലമായ സാഹചര്യം അവർക്കുണ്ട്. ഏതൊക്കെയാലും നമുക്ക്
തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ആഴ്ചകളേ ഉള്ളൂ. പിന്നാലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരും. നമുക്കറിയാം എത്രത്തോളമാണ് വിജയ സാധ്യതകളെന്ന്. നമുക്ക് ആ സമയത്ത് നമുക്ക് ഇത് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ശോഭയുടെ വിജയം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരട്ടെ, നമ്മൾ അതുവരെ കാത്തിരിക്കാം.